ഇന്ന് റവ കൊണ്ട് നല്ലൊരു വെട്ടിയേക്കാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1 കപ്പ് മൈദ, അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അടിച്ചു വച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇതുപോലെ കുഴച്ചെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല മുറുകിയിരിക്കണം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൈവച്ച് തന്നെ ആ പാത്രം ഫുള്ള് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് നടുക്കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റവ വെട്ടുകേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഇവിടെ റവ വെട്ടുകേക്ക് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.